എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഫോട്ടോ റീക്രിയേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് റീക്രിയേറ്റ് ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇതാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുത്ത ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്, ഒരു ഇലയുണ്ട്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു മൂടിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ലപോലെ റേഡിയലായിട്ട് ബ്ലർ ആയിട്ടുണ്ട്. പിന്നെ ഉള്ള സൈഡിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്നുണ്ട്. ആ ലൈറ്റൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാം. അപ്പോൾ നമുക്ക് അതുമേ ഫോട്ടോ എടുക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അത്യാവശ്യം ഡാർക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തുന്ന ഫോട്ടോ എടുക്കുക. അപ്പോൾ നമുക്കിനി എഡിറ്റിങ്ങിലേക്ക് പോകാം. അപ്പം നിങ്ങൾ പിക്ചറിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യുക. ഇപ്പം ഫോട്ടോ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കോപ്പി ചെയ്യുക ഫോട്ടോ എടുത്തിട്ട് കൃത്യ സൈസിൽ. അത് നിങ്ങൾ ചെയ്യേണ്ടത് എഫക്സിലേക്ക് പോവുക. എഫക്സിൻ്റെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലറിൻ്റെ ടൂൾ കാണാം. ബ്ലർ സെലക്ട് ചെയ്ത ശേഷം എൻ്റെ റേഡിയൽ ബ്ലർ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ശേഷം ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ബ്ലർ. അതിനുശേഷം മണ്ടലോട്ട് എറൈസ് ടൂൾ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഇലയുടെ മണ്ടലോട്ട് ഈ ബ്ലർ ഏറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ എറൈസ് ചെയ്ത് കളയുക. ഞാൻ എറൈസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇനി റൺ കൊടുക്കാം. അടുത്ത് നിങ്ങൾ ഈ ഫോട്ടോ ഗാലറിയിലോട്ട് സേവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. അപ്പോൾ നമുക്ക് ലൈറ്റ്സിലേക്ക് പോവാം. എക്സ്പോഷർ പിടിക്കുക വയ്ക്കാം. കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 24 നമുക്ക് കൂട്ടാം. ഹൈലൈറ്റ്സ് ഒരു പൊടിക്ക് കൂട്ടാം. പിന്നെ ഷാഡോസ് ഏകദേശം ഒരു 32 വരെ കൂട്ടാം. പിന്നെ വൈറ്റ്സ് ഏകദേശം ഒരു 8 വരെ കുറയ്ക്കാം. ബ്ലാക്ക്സ് ഏകദേശം ഒരു 36 വരെ കൂട്ടാം. ഇനി അടുത്ത് നമുക്ക് എയർ ടൂളിലേക്ക് പോവാം. നമുക്ക് ചെറിയൊരു ലെയർ സെറ്റ് ചെയ്യാം. കൊടുക്കാം. അടുത്ത കളർ ടൂളിലേക്ക് പോവാം. കളർ ടൂളിൻ്റെ അകത്ത് ടെമ്പറേച്ചർ ഏകദേശം ഒരു 18 വരെ കൂട്ടാം. പിന്നെ ടിൻ്റ് ഏകദേശം ഒരു 2 വരെ കൂട്ടാം. പിന്നെ വൈബ്രൻസ് ഏകദേശം ഒരു 26 വരെ നമുക്ക് കുറയ്ക്കാം. അടുത്ത മിക്സ് ടൂളിലേക്ക് പോവാം. മിക്സ് ടൂളിൻ്റെ അകത്ത് റെഡ് സെലക്ട് ചെയ്യുക. റെഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഒരു പിടിക്ക് വയ്ക്കാം. യെല്ലോ സെലക്ട് ചെയ്ത് യെല്ലോയ്ക്കകത്ത് ഏകദേശം ഒരു 26 വരെ നമുക്ക് കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഒരു 36 വരെ കുറയ്ക്കാം. വരെ കൂട്ടാം. അടുത്ത ഗ്രീനിലേക്ക് പോവാം. ഗ്രീനിൻ്റെ അകത്ത് ഹ്യൂ ഏകദേശം ഒരു 16 വരെ നമുക്ക് കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഒരു 68 വരെ കൂട്ടാം. കളർ ഗ്രേഡിങ് ആയിട്ടാണ് നമുക്ക് ഡൺ കൊടുക്കാം.
അടുത്ത എഫക്ട്സിലേക്ക് പോയിട്ട് ക്ലാരിറ്റി നമുക്ക് കൂട്ടാം. ഡീസ് ഒരു പിടിച്ച് കൂട്ടാം. സ്പ്ലിറ്റ് ഓൺ സെലക്ട് ചെയ്യാം. സ്പ്ലിറ്റ് ഓൺ നമുക്ക് ഏകദേശം 246 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഷാഡോസ് ഏകദേശം 252 വരെ. കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് സ്നാപ്സീഡിലേക്ക് പോവാം. ടൂൾസ് എടുക്കാം. ടൂൾസിൻ്റെ അകത്ത് ടൂൺ ഇമേജ് എടുത്ത ശേഷം നമുക്ക് ഒരു പൊടിക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാം. ശേഷം ഷാഡോസ് എടുക്കുക. ഷാഡോസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിനൊരു ഫ്ലെയർ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫ്ലെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുകയാണ്. ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബിഫോർ ആഫ്റ്റർ ഒന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.